ഓം ശ്രീ മാതേ സ്വാഹ. ഓം ശ്രീ മഹാരാജേ സ്വാഹ. ഓം ദേവകാലേ സ്വാഹ. ഓം രാഗസ്വരൂപാ. എന്താ വയ്യത്? സ്ഥിര പൂജ ഉണ്ടായിരുന്നു. ഓം ദയാന. ഓം മനോരൂപേ സ്വാഹ. ഓം പഞ്ചാന്മാത്ര സായകേ സ്വാഹ. ഒരു കാര്യം പറയാണ്ടായിരുന്നു. കുറച്ചു നേരമായാലോ പറയണു. പറയൂ. അമ്മൂമ്മ മരിച്ചു. അയ്യോ, കഷ്ടായി. എപ്പോഴായിരുന്നു? ആട്ടെ, അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 68. 68? അത് ഞാനല്ല പറഞ്ഞത്, അവനാ. അല്ല, ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത്? എന്റെ അല്ല, നിന്റെ. എന്റെ അമ്മൂമ്മയോ? നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തെ? അതിന് നീ എന്തിനാ ഇത്രയും വലിയ ഞെട്ടി കരയണേ? മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മൂമ്മയല്ലേ? അല്ലല്ലോ, ശരിക്കുള്ള ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടു. നീ ആരടാ? നമ്മ മനസ്സിലായില്ലേ? നോ പരിശുദ്ധ നീ ആ ചെക്കനെ ശ്രദ്ധിക്കാം. ഒന്ന് പോവാ ചാപ്പ. അതിനല്ലടാ നമുക്ക് നമ്മുടെ സുലൈമാനെ പോലില്ലേ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കൊച്ചാപ്പ, അത് സുലൈമാൻ തന്നെ. ഓനെന്താ കുട്ടിച്ചാത്തിന്റെ ഡ്രസ് ഇട്ടിരിക്കണേ? നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവരിലെങ്ങോട്ട് പോണേ? നീ എന്താ പട്ടം കൊടുത്തോണ്ട് നിൽക്കണേ? അല്ല, ഞാനത് എന്താ ഞാൻ പറയാം. വാ. എന്താടാ ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാന്നറിയോ? എന്തിനീ? ഔട്ട് ഹൗസും കുറച്ച് പറമ്പും കിട്ടിയെന്ന് സന്തോഷിച്ചിരിക്കും. നമ്മള് താമസം തുടങ്ങി അവിടെ. ആയിക്കോ, പക്ഷെ ഒക്കെ പോവാൻ പോവാ. അവര് സുപ്രീം കോടതിയില് അപ്പീൽ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ വിടുവോ? വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി. എന്തിനാന്നറിയോ? ചാരപ്പണി നടത്താൻ. ഇടാ, കൊട്ടാരത്തിൽ ചാരം പാരാൻ പേർ ആരുമില്ലേ? ഓ, ആ ചാരന്മാരിലല്ല, രഹസ്യം ചോർത്തൽ, സ്പൈ വർക്ക്. ഓ, അങ്ങനെ ഹിന്ദി പറയണേ. ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും. അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് ആപ്പാപ്പ നിങ്ങൾ എത്തിക്കണം. എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം. എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിന് വേണ്ടിയാ. എടാ സുലൈമാനെ, നീയാണ് എന്റെ സുലൈമാൻ. നിന്റെ ബാപ്പ ചോദിച്ചാല് ഈ ബുദ്ധിയൊക്കെ കൊച്ചാപ്പ പറഞ്ഞു തന്നാന്ന് പറയണം. അത് ഞാൻ ഏറ്റു കൊച്ചാപ്പ. എന്നാ ഇനി സമയം കളയാതെ ചോദിക്കും. ഓക്കെ കൊച്ചാപ്പ. തൽക്കാലം നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയരുത്. ആരും? ബാപ്പ പോലും. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓ പഠിച്ചോനെ, കാത്തു. സുലൈമാനെ. ഓ, പേരെടുത്ത് വിളിക്കില്ലേ കൊച്ചാപ്പ. അമ്മേ. എടാ, നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ? നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ? നിന്നെ ശരിയാക്കി തരാടാ തമ്പുരാക്കന്മാരെ. അവിടെ നിൽക്ക, നമ്മ തടസ്സപ്പെടുത്തരുത്. 100 വയ്ക്കട്ടെ. തമ്പുരാക്കന്മാരെ, തമ്പുരാക്കന്മാരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുമ്പിൽ മാറി പറഞ്ഞോട്ടെ. ഈ കൊട്ടാരം കുട്ടിച്ചോറാക്കാൻ വന്ന അസുര വിത്തേ, ഈ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ വലിച്ചു തമ്പുരാക്കന്മാരെ. എന്നെ കൊരങ്ങ് കളിപ്പിക്ക. ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ടടാ. അമ്പട കള്ള, ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട. എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നായപ്പോ ടപ്പേന്ന് പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ നോക്കും. പുതിയ നമ്പർ. ഇനിയൊരു നമ്പർ ഇറക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചു തന്നിട്ട് പിന്നെ താൻ എന്തുകൊണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഏത് 15,000 രൂപ? 15,000 രൂപ ഇത്ര വേഗം മറന്നോ? കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് 15,000 രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ? എടാ സുലൈമാനെ, പരട്ടത്തെണ്ടി, നീശു, ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇരുചെവിയറിയാതെ നിന്റെ തലവെട്ടി ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടിത്തൂക്കും. എടോ വൃത്തികെട്ട നായരെ, ഈ കൊട്ടാരം കുളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഇവിടുത്തെ തമ്പുരാക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് അപ്പ കാണാം. തമ്പുരാക്കന്മാരെ, എന്താ പറഞ്ഞത്? എനിക്ക് ഒതുക്കി തീർക്കട്ടെ. തമ്പുരാക്കന്മാരെ, എന്താ ഒരു ബഹളം? ഒന്നുമില്ല. ഞാനും ഇദ്ദേഹം തമ്മിലൊരു തർക്കം. യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് ഇയാൾ, പറ്റില്ലെന്നും നോമും.
മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നടോ? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ആഹാ അതാണോ? ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. 15,000 പ്രാവശ്യം പറയണമെന്നുണ്ടോ? പോയിക്കോളൂ. എന്നാ ഞാനങ്ങട് അമ്മയെ ഗുരുവായി. എന്നെന്തോ കുത്തി. എവിടെ കുത്തി? എവിടെയാ? എന്നെ കുത്തി. പറഞ്ഞോളൂ കുട്ടി, എവിടെയാണെന്ന് പറയൂ. നിന്റെ പേരെന്താടാ നത്തെ? പൊട്ടനാണോടാ നീ? പൊട്ടാൻ നിന്റെ അപ്പൂപ്പൻ. നത്ത എന്റെ അമ്മൂമ്മ. തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോംപോൾ. ഷീല മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, ലീവ് യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവ് അത്ര ഡീപ്പല്ല, വീഴ്ചയുടെ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു വെക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ലെന്നാ പറഞ്ഞത്. യഥാ മാതാ തഥാ പുത്ര. അവന് പറ്റൊരു പേര് പെൺകുഞ്ഞ്. എന്താണോ നോക്കി പഠിപ്പിക്കുന്നത്? അയ്യോ, അപ്പ വരുന്നു. എടപ്പള്ളിക്കുള്ള ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിന് നാളെ രാത്രി വിളിയേച്ചി. ലാസ്റ്റ് ബസ്സൊക്കെ എപ്പോഴേ പോയി പെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ വേണേ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി തന്നതാണോ മച്ചാനെ? എവിടേക്കാ? പനമ്പള്ളി നഗർ. കേറിക്കോ. താങ്ക് യു. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി വാളി. മനഃപൂർവ്വം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോവരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നോ? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്ക്. ലോറി ട്രാഫിക് ഉള്ള സമയം. ടേക്ക് കെയർ. എന്തോന്ന് ചേച്ചി ഇത്? കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ, എന്തെങ്കിലും മത്സരം ഉണ്ടോ? ആ കുരുത്തം കെട്ട ചെറുക്കനുണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അവൻ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജാനു? നാരായണി. നാരായണി, നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരും ഇല്ല. ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നാ പറഞ്ഞത്. പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിലെന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്കാ. പഠിക്കുന്നോ ജോലിക്കാരനോ? രണ്ടുമില്ല, ചുമ്മാ നടക്കുന്നു. ഭാഗ്യവാൻ. ചേച്ചി, ഓ അതേതാ പുതിയ കൊച്ച്?
വനിതാ ഡ്രൈവറാ? ടീച്ചറാ, MA കാരിയാ. MA കാരിയോ? എങ്കിൽ വേണ്ട. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി ഇത് ഞാനാടി ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. ദാ. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരുടെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പ ഉണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ കയറി അവർ ചെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറ. ആഹാ, ഞാൻ വിചാരിച്ചെന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണെന്ന്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കോട്. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകണ്ടാലെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ, വിളിച്ചോ? ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. നീ ഇത്രയും കാലം ദുബായിലായിരുന്ന ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്. അളിയാ ഹായ്. അളിയന്റെ കണ്ണന്റെ പുളിസ പോലെ ഇരിക്കണേ. നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനജ എന്തെങ്കിലും എടുത്തു നോക്കൂ. ഇതാ എന്റെ വീട്. ഓ, അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? അയ്യോ, അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല. ആരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞിട്ടില്ലേ ആരാ വന്നേക്കണേ? നോക്കണേ. ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ? കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ? ഉച്ചക്കൻ പോടാ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, ഇതെവിടെ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കണേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷല്ലേ ഉണ്ണേട്ടാ? അയ്യേ, മാഷെ, ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചറെ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേന് മുമ്പാണ് സുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അങ്ങനെയൊന്നും പറയരുത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ നടന്നോളൂ, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം ആയിക്കോട്ടെ. ആ, ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോക്കോളൂ. അച്ഛാ, ഉണ്ണേട്ടാ കൊണ്ടുപോയിക്കോളൂ. വാ ഇങ്ങോട്ട്. അച്ഛൻ ഞാനും വരാം. വേണ്ട വേണ്ട അമ്മു. ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. അതിന് കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷെ പാടിക്കോട്ടെ മാഷേ, ഉണ്ണി പാടിക്കോട്ടെ. അവര് പറയണ കേട്ടോ. ഞാൻ പാടാം. ഉണ്ണി പഠിച്ചത്. ഞാൻ പാടട്ടെ. മാറ് മാറ് മാറടി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വരത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ്, നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, അട്ട വറുത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. മാറും.
ഡിയോ ഉണ്ണി ഡിയോ അച്ഛൻ പോടാ. സാറേ സാറേ കല്യാണം സാറിന്റെ വീട്ടില് സാമ്പാറ്. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറ് സാറിന്റെ വീട്ടില് കല്യാണം. ഓടതടിയാ കല്യാണം. സാറേ സാറേ എന്താണോ സാറേ സാറേ സാമ്പാർ ആരുടെ വീട്ടിലെ കല്യാണം? ഐ വിൽ ക്യാൻസൽ ദി അപ്രൂവൽ. ഫസ്റ്റ് ബിറ്റ് എക്സ്പീരിയൻസ്. ഇത്ര തരണ്ടാണ്